ചില പ്രത്യേക പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വഴി ഒടുവിലത്തെ സമയം വരെ അവിടുന്ന് മറച്ചു വയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലിപീഠത്തിൽ അർപ്പിച്ച് യാഗത്തിന് മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കി കഴിഞ്ഞു മാത്രം പകരം കരുതിയ ആടിനെ ദൈവം കൺമുൻപിൽ വെളിപ്പെടുത്തുവാനുള്ള കാരണം എന്താണ്? സിംഹഗുഹയിലേക്ക് ദാനിയേലിനെ വലിച്ചെറിയുവാൻ അനുവദിക്കുകയും തീച്ചൂളയിലേക്ക് എബ്രായ ബാലന്മാരെ തള്ളുവാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വഴി അവസാന സമയം വരെ അവിടുന്ന് മറച്ചു വച്ചതിൻ്റെ കാരണം എന്താണ്? ജീവിതത്തിൻ്റെ അഗ്നിശോധനയിലൂടെ ദീർഘവർഷങ്ങൾ കടന്നുപോയിട്ട് ഒരു സ്വപ്നത്തിലൂടെ സിംഹാസനത്തിലേക്ക് കുണ്ടറയിൽ നിന്ന് യോസേഫിനെ ഉയർത്തുമ്പോൾ ഒടുവിലത്തെ സമയം വരെ അവിടുത്തെ നിർണയത്തിൻ്റെ വഴി കൺമുൻപിൽ വെളിപ്പെടുത്താതെ മറച്ചു വച്ചതിൻ്റെ കാരണം എന്താണ്? അതെ, ദൈവത്തിൻ്റെ ദിവ്യ ഉദ്ദേശത്തിന് വേണ്ടി നമ്മെ വ്യക്തിപരമായി പാകപ്പെടുത്തേണ്ടതിന് പരിശോധനയ്ക്കായി വിട്ടുകൊടുക്കുമ്പോൾ ദൈവം തൻ്റെ അത്ഭുതത്തിൻ്റെ വഴി അവസാന ഘട്ടത്തേക്ക് മറച്ചു വയ്ക്കും എന്നൊരു യാഥാർത്ഥ്യമാണ്. അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ ബലിപീഠത്തിൽ അർപ്പിക്കുവാൻ കൊണ്ടുപോകുന്ന രംഗം ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വർഗം മൗനമായിരുന്നു. ബാല്യക്കാരോട് മലയുടെ അടിവാരത്തിൽ വിട പറയുമ്പോൾ ദൈവം മൗനമായിരുന്നു. ചങ്കുകുത്തി തിളയ്ക്കുന്ന ആ വേദനിപ്പിക്കുന്ന മകന്റെ ചോദ്യത്തിന് മുൻപിൽ സ്വർഗം മൗനമായിരുന്നു. ബലിപീഠം പണിയുമ്പോഴും വിറകടുക്കുമ്പോഴും മകനെ കയറ്റി കിടത്തുമ്പോഴും വാൾ ഉറയിൽ നിന്ന് ഊരി ഉയർത്തുമ്പോഴും ദൈവം മൗനമായിരുന്നു. ദൈവത്തിൻ്റെ നീണ്ട നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദിവ്യ പദ്ധതിയിൽ ദൈവം കൃത്യസമയത്ത് ഇടപെടുമ്പോൾ ആ പ്രത്യേക രംഗം നാം ശ്രദ്ധിച്ചാൽ ഒരു വസ്തുത മനസ്സിലാകും. ദൈവം നൽകിയ അനുഗ്രഹമാണ് ഇസഹാക്ക്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ദൈവം നൽകിയ അനുഗ്രഹം ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ളതായി അബ്രഹാമിന് മാറിക്കാണണം. ഓർക്കുക, ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തെക്കാൾ പ്രാധാന്യമുള്ളതായി മാറുമ്പോൾ അത് വിഗ്രഹമായി മാറും. അതിൽ നമ്മിൽ നിന്ന് പറിച്ചു മാറ്റി തൻ്റെ പഴയ ബന്ധം നമ്മിൽ ഉറപ്പിക്കേണ്ടതിന് അസാധാരണമായ ചില പ്രതിസന്ധികൾക്കകത്തുകൂടി മൗനമായി ദൈവം നമ്മെ കടത്തിവിട്ടെന്ന് വരാം. പക്ഷേ മല കയറിയ അബ്രഹാം അല്ല, അവൻ്റെ തലമുറയുടെ 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 ഭാവി വരെ പ്ലാൻ ചെയ്യപ്പെട്ട അബ്രഹാമാണ് മലയിറങ്ങുന്ന അബ്രഹാം. ലാസറിന്റെ ഭവനത്തിൽ രോഗക്കിടക്കയിൽ സൗഖ്യം വ്യാപരിച്ചിരുന്നു എങ്കിൽ, യേശു സൗഖ്യം രോഗക്കിടക്കയിൽ നൽകിയിരുന്നുവെങ്കിൽ അതൊരു സാധാരണ അത്ഭുതമാകുമായിരുന്നു. എന്നാൽ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ അത് ഒരു അസാധാരണ അത്ഭുതമായി മാറി. വിഷയങ്ങൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ നീണ്ട നിശബ്ദത നിന്നെ ഉപേക്ഷിക്കലല്ല, ഇന്നലകളിൽ വെളിപ്പെട്ടതിനേക്കാൾ വലിയ മഹത്വം നാളുകളിൽ കാത്തിരിക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.